കൈരളിയല്ലേ? അങ്ങനെ സംഭവിച്ചല്ലോ. പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ട്. അതിനകത്ത് 13 ആണോ 12 ആണോ ജില്ലാ കമ്മിറ്റികൾ അതിനെതിരായിട്ട് നിലപാടെടുത്തു, ശക്തമായ നിലപാടെടുത്തു. സാക്ഷി വിവരണം പോലെയാണ്. അങ്ങ് കണ്ടോ? എന്തിനാ വിമർശനം ഉണ്ടാകുമ്പോൾ പിണങ്ങിപ്പോകുന്ന എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? സംഘടനയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എൻ്റെ പ്രവർത്തനങ്ങളെ, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ, ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ എല്ലാ ഘടകങ്ങൾക്കും വിമർശിക്കാം. ഇപ്പൊ അങ്ങ് ഒരു മീറ്റിംഗ് കണ്ടില്ലേ? ഇപ്പം നിങ്ങളെല്ലാം വെളിയിൽ നിൽപ്പുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നത്. ഈ മീറ്റിങ്ങിൽ ആരെങ്കിലും എന്നെ വിമർശിച്ചോ? അപ്പോൾ ഈ മീറ്റിങ്ങുകളെന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനാ റിപ്പോർട്ടിങ്ങാണ്. ഇപ്പം ഞാൻ നടത്തിയതുപോലുള്ള സംഘടനാ റിപ്പോർട്ടിങ്ങാണ്. ഇത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ജില്ലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വിമർശനം? ഇനിയും ആർക്കെങ്കിലും സംഘടനയ്ക്കൊക്കെ തന്നെ വിമർശിച്ചോട്ടെ. പക്ഷേ എങ്ങനെയാണ് വിമർശിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പം നിങ്ങൾ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇന്നലെ വരെയുള്ള മീറ്റിങ്ങുകളിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ മാധ്യമപ്രവർത്തകർ, ഇത് കാരണം ഇൻഹൗസ് മീറ്റിംഗാണ്, ആദ്യമേ തന്നെ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കും. ഇന്ന് മാധ്യമപ്രവർത്തകർ കൂടി ഇരുന്നോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകട്ടെ. എങ്ങനെയാണ് ചർച്ചകൾ എന്ന് പറയുന്നത് സംഘടനാ റിപ്പോർട്ടിങ്. ആ റിപ്പോർട്ടിങ് ഞാൻ നടത്തി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന്റെ ഘടന എങ്ങനെയാണ് എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ഇടുക്കിയിൽ അങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്ത പോലെ വാർത്ത ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി സംഘടനയ്ക്കകത്ത് ഒരു സംസ്ഥാന അധ്യക്ഷൻ വിമർശിക്കപ്പെടാതിരിക്കാൻ ഇതങ്ങനെ ഒരു ഏകാധിപത്യ സംഘടനയല്ല. നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്കകത്ത് തന്നെ പ്രശ്നമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. ഏകാധിപതിയെ പോലെ പെരുമാറുന്നിടത്ത് എങ്ങനെയാണ് ചർച്ച ഉണ്ടാവുക എൻ്റെ ഒരു സഹോദര? അല്ലേ? അത് ന്യായമായൊരു ചോദ്യമല്ലേ? ഏകാധിപതിയെ പോലെ ആൾ പെരുമാറുന്നിടത്ത് എവിടെയാണ് ചർച്ച ഉണ്ടാകുന്നത്, എവിടെയാണ് വിമർശനം ഉണ്ടാകുന്നത്? CPM-ൽ ശ്രീ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. അപ്പോൾ അങ്ങ് കൈരളിയല്ലേ? അങ്ങനെ സംഭവിച്ചല്ലോ. പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ട്. സാക്ഷി വിവരണം പോലെയാണ്. അങ്ങ് കണ്ടോ? എന്തിനാ വിമർശനം ഉണ്ടാകുമ്പോൾ പിണങ്ങിപ്പോകുന്ന എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? സംഘടനയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എൻ്റെ പ്രവർത്തനങ്ങളെ, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ, ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ എല്ലാ ഘടകങ്ങൾക്കും വിമർശിക്കാം. ആ വിമർശിക്കുവാനുള്ള സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. ഇനി വിമർശിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ മറുപടി ഉണ്ടോ? ആ മറുപടി നമ്മൾ പറയും. അതല്ല അവർ പറയുന്നതാണോ ശരി? നമ്മൾ അവരെ തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കുകയല്ലോ. ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന ക്യാമ്പുമായിട്ട് റിപ്പോർട്ട് ചെയ്ത നിരവധി വാർത്തകളുണ്ട്. അതിൽ സത്യസന്ധമായൊരു വാർത്ത പറയാം. ഞാൻ അന്നും പറഞ്ഞതാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതിൻ്റെ പ്രായപരിധി 40 വയസ്സാക്കണം എന്നൊരു ചർച്ചയുണ്ടായി. അതിനകത്ത് 13 ആണോ 12 ആണോ ജില്ലാ കമ്മിറ്റികൾ അതിനെതിരായിട്ട് നിലപാടെടുത്തു, ശക്തമായ നിലപാടെടുത്തു.